ശ്രീ കുറുക്കോളി മൈദീൻ 6 മിനിറ്റ്. സാർ, ഞാൻ ഈ ധനകാര്യ ബില്ലിനെ അനുകൂലിക്കുന്നു. എൻ്റെ മണ്ഡലത്തിൽ ഈ ബില്ലിൻ്റെ ഭാഗമായി, ബജറ്റിൻ്റെ ഭാഗമായി ഓങ്കോളജി ബ്ലോക്കിൻ്റെ പൂർത്തീകരണത്തിനും ഇൻ്റർനാഷണൽ രാജീവ് ഗാന്ധി സ്മാരക സ്റ്റേഡിയത്തിനും പണം അനുവദിച്ചുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഒപ്പം തന്നെ ആരോഗ്യമന്ത്രി കൂടി കേൾക്കാൻ വേണ്ടി പറയുകയാണ്, 2 CHCകൾ ഈ ഇടതുപക്ഷ ഭരണകാലത്ത് കിടത്തി ചികിത്സ ഒഴിവാക്കിയതാണ്. അവിടെ കിടത്തി ചികിത്സ പുനരാരംഭിക്കുവാനും വളവന്നൂരിലെ ആശുപത്രി താലൂക്ക് ആശുപത്രിയെ ഉയർത്തുവാനും ഉള്ള പരിശ്രമം കൂടി വേണമെന്ന് ഞാൻ ബഹുമാനീയ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുവാൻ കൂടി ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. സർ, ഈ ബജറ്റ് കരുത്തുള്ള ഒരു ബജറ്റ്, സർവതല സ്പർശിയായ ബജറ്റ്, നികുതികൾ ഒട്ടുമില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കുറേ ബജറ്റ് കണ്ടിട്ടുണ്ട്. ശൗചാലയങ്ങൾ ഉണ്ടാക്കാൻ പെട്രോളിന് വില കൂട്ടിയ കേന്ദ്ര സർക്കാരിനെ കണ്ടവരാണ് നമ്മൾ. പെൻഷൻ കൊടുക്കാൻ വേണ്ടി പെട്രോളിന് 2 രൂപ സെസ് കൊടുത്തുകൊണ്ട് പെട്രോൾ വില വർദ്ധിപ്പിച്ച ഇടത് ഗവൺമെൻറ്റിനെയും നമ്മൾ കണ്ടു. ഈ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലാണ്, ഇതൊക്കെ കണ്ട ജനങ്ങളാണ് നയാ പൈസയുടെ ബജറ്റ് ചുമത്താതെ ഒരു ബജറ്റ് അവതരിപ്പിക്കുന്നത് കാണുന്നത്. ആദരണീയനായ ജി സുധാകരൻ കേരളം കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ്, ഒരു വലിയ പണ്ഡിതനാണ്. അത് ഈ ബജറ്റിനെ കുറിച്ച് പറഞ്ഞു. പ്രിയ സുഹൃത്ത് ബാലഗോപാലും പഴയ ധനകാര്യമന്ത്രി തോമസ് ഐസക്കും ഇത് കണ്ടു പഠിക്കണം എന്ന് പറയുകയുണ്ടായി ഈ സഭയിൽ. ഈ ബജറ്റിൽ ജനങ്ങളൊക്കെ വളരെ ആഹ്ലാദഭരിതരായിട്ടാണ് ഉള്ളത് എന്ന വസ്തുത നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായിരുന്നു കേരളത്തിൻ്റെ സ്ഥിതി സർ? 10 കൊല്ലത്തെ ഭരണത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്താണ്? ഇടതുപക്ഷ സുഹൃത്തുക്കൾ ആലോചിക്കണം. കേരളത്തെ ദരിദ്രവൽക്കരിച്ചു എന്നുള്ളതാണ്. കേരളത്തെ ദരിദ്രവൽക്കരിച്ച ഒരു ഗവൺമെൻറ്റാണ് താഴെ ഇറങ്ങിയത്. അവിടെയാണ് UDFൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് ഈ സഭക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, CPM പറയുന്നത് ചെയ്യുകയില്ല, ചെയ്യുന്നത് പറയുകയുമില്ല. നമ്മൾ CPMനെ കാണുന്നുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷത്തൊക്കെ ആയപ്പോൾ നയം ഒന്ന് മാറി. ഭരണമാറ്റത്തിനനുസരിച്ച് നയം മാറുന്ന ഇതേപോലെ രാഷ്ട്രീയ പാർട്ടി കേരളത്തിലോ ഇന്ത്യയിലോ വേറെ ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ സുഹൃത്തുക്കൾ പുഞ്ചിരിക്കുന്ന ഞാൻ കാണുന്നുണ്ട്. എന്താ എല്ലാ കാര്യവും ഭരണം മാറി, നയം മാറി. സർ, നമ്മുടെ കലണ്ടറിലെ ഷീറ്റ് മാറാൻ ചുരുങ്ങിയത് 28 ദിവസമെങ്കിലും വേണം. എന്നാൽ CPMൻ്റെ നയം മാറാൻ മണിക്കൂറുകൾ മതി എന്നുള്ളതാണ് ഇപ്പോഴത്തെ വസ്തുത. ഇങ്ങനെ നയം മാറ്റം ഒരു കലയായി അഭ്യസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPM. അതുകൊണ്ട് ഈ ദരിദ്രവൽക്കരിക്കപ്പെട്ട നാടിനെ സംസ്ഥാനത്ത് ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള വിപ്ലവകരമായ ഒരു ബജറ്റാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ നിങ്ങൾ എതിർക്കുന്നു എന്നുള്ളതാണ്, ഇടതുപക്ഷം എതിർക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എതിർക്കുന്നതാണ് ഞങ്ങളുടെ ഒരു ബലം. നിങ്ങൾ എതിർക്കണം. എതിർക്കുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവും. കാരണം നെല്ല് കുത്ത് ബില്ല് വന്നപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? ഇത് തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടും. ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ വന്നപ്പോൾ എന്ത് പറഞ്ഞു? ഇതേ വർത്തമാനം ആവർത്തിച്ചു. കമ്പ്യൂട്ടർ വന്നപ്പോൾ മറ്റെന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ? ഇല്ല. എക്സ്പ്രസ് ഹൈവേ മുനീർ കൊണ്ടുവന്നപ്പോൾ അതിനെതിർത്തു. ഗെയിൽ വന്നപ്പോൾ നിങ്ങൾ എതിർത്തു. ഇന്നെല്ലാം നിങ്ങളുടേതാണ്. ഇന്ന് കമ്പ്യൂട്ടർ കൊണ്ടുവന്നത്, ബില്ല് കൊണ്ടുവന്നത്, കമ്പ്യൂട്ടർ കൊണ്ടുവന്നത്, ഗെയിൽ കൊണ്ടുവന്നൊക്കെ നിങ്ങളാ. ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിൽ പണ്ട് ട്യൂബ് ഉണ്ടായിരുന്നു. അതിങ്ങനെ കത്തി തെളിയാൻ കുറച്ച് സമയമെടുക്കും. 2 മിനിറ്റ് ഇങ്ങനെ മിന്നി 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 പിന്നാണ്ട് കത്തും. എന്ന മാതിരിയാണ് നിങ്ങൾ. കാര്യം ബോധ്യമാകാൻ നിങ്ങൾക്ക് കുറച്ച് സമയമെടുക്കും, ഒരു 5 കൊല്ലെങ്കിലും. അതുകൊണ്ട് ഞങ്ങളിത് കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ഇനി എപ്പോഴാണ് നയം മാറുക, നിങ്ങൾക്ക് ഇതെന്നാ ബോധ്യപ്പെടുക എന്നുള്ളത് നമ്മൾ കേരളം കണ്ട് നോക്കി നിൽക്കുന്നുണ്ട് എന്ന് മാത്രമേ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നുള്ളൂ. സർ, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ പല കാര്യങ്ങളും ഞാൻ ചോദിച്ചു. ഒന്നും തന്നില്ല. ബാലഗോപാലിനോടും കൂടി ഞാൻ പറയണം. അതെ സർ, അങ്ങോട്ടാണ് ഞാൻ പറയുന്നത്, മൂപ്പര് കേൾക്കാൻ വേണ്ടി. സർ, ഞാൻ 2 അങ്കണവാടി ചോദിച്ചു. 2 അങ്കണവാടി ഞങ്ങളുടെ മണ്ഡലത്തിൽ
അല്ല അതിന് അംഗീകാരം കിട്ടണം. കെട്ടിടം ഉണ്ടാക്കാൻ ഞാൻ ഉണ്ടാക്കും, MLA ഫണ്ട് ഉണ്ട്, കെട്ടിടത്തിന് ഫണ്ട് ഉണ്ട്, പക്ഷെ അനുമതി ഇവിടുന്നാണ് കിട്ടുന്നുണ്ട്. അതും അറിയില്ലേ? അക്ബർ എന്നാണല്ലോ പേര്, എന്നിട്ടത് അറിയില്ലേ? അപ്പൊ അതുകൊണ്ട് അതിന് അനുമതി തന്നില്ല സാർ. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാലത്ത് മലയാളം സർവകലാശാല കിട്ടി, ഒരു വനിതാ എയ്ഡഡ് കോളേജ് കിട്ടി, 2 ഹൈസ്കൂളുകൾ കിട്ടി. ഈ മണ്ഡലത്തിലേക്ക് ഞാൻ അംഗനവാടി ചോദിച്ചു സാർ, 2 എണ്ണം. പക്ഷെ ഇവർ തന്ന എന്താണെന്നറിയോ? ഇതൊന്നും തന്നില്ല. അന്നത്തെ ആരോഗ്യമന്ത്രി പറഞ്ഞു ഫണ്ട് വേണ്ട MLA എന്ന് എന്നോട് താന്നു കൂന്നാ പറഞ്ഞത്. പക്ഷെ ഇവർ തന്നു സാർ 2 ബാറ്, 2 ബാറ്. അംഗനവാടി വെച്ചിട്ട് ബാറ്. ഒന്ന് തിരൂര് ഇല്ലടോ, അതല്ലേ പറയണത്. തന്നില്ല, അംഗനവാടി തന്നില്ല. ചോദിക്കാതെ ഏതോ മുതലാളി ചോദിച്ചപ്പോ ബാറ് കൊടുത്തു. 2ാമതൊരു ബാർ ഇപ്പൊ തിരുനാവായിൽ വരികയാണ്, ഗാന്ധി സ്മാരകത്തിന് മുമ്പിൽ. സർ, ഞാൻ ഈ സഭയിൽ വെച്ച് പറയാണ്, അതിനെതിരെ ഞങ്ങൾ സമരം നടത്തും. വീര്യം കുറഞ്ഞ മദ്യത്തിന് വേണ്ടി ഞങ്ങൾ മദ്യം ഒഴിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ഇടതുപക്ഷക്കാരോട് പറയുന്നു. നിങ്ങൾ അതിൽ പങ്കെടുക്കാൻ വരുമോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങളെ ഗവൺമെന്റ് തന്ന ബാറ്, നിങ്ങളെ ഈ ഗവൺമെന്റ്, ഇവരുടെ ഗവൺമെന്റ് ബാറാണ് അതിന് വിളിച്ചത് സാർ. ഇവർ പറയാണ്, ഇവരെന്താ പറഞ്ഞു നേരത്തെ? ഒരു തുള്ളി മദ്യം പോലും ഒഴുക്കുകയില്ല. CH പറഞ്ഞത് എത്രമാത്രം അന്വർത്ഥമാണ്. ഒരു തുള്ളി മദ്യം പോലും അധികം ഒഴിക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നാട്ടിലാകെ ബാറ്, എൻ്റെ നാട്ടിലും 2 എണ്ണം. നിങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സ്ഥലത്തിൽ പറഞ്ഞു വിലക്കയറ്റം ഉണ്ടാവില്ല. ഇല്ലല്ലോ, വിലക്കയറ്റം ഇല്ലല്ലോ കൂട്ടുകാരെ, ഇല്ലല്ലോ കേരളത്തിൽ. അതാ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞത് ചെയ്യില്ല, ചെയ്യുന്നത് പറയുകയുമില്ല. സർ, ഇവരെ കാലത്ത് കാർഷിക മേഖലയെ തകർത്തെറിഞ്ഞു. റബ്ബറിന് വില വർദ്ധിപ്പിച്ചതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. മലബാറിലെ കർഷകർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് നാളികേര കൃഷിയാണ്. അതിന് വില കൂട്ടുമെന്നും സംഭരണ കേന്ദ്രം വർദ്ധിപ്പിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ കാലത്തുണ്ടായിരുന്ന പോലെ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കുകയും 80 രൂപയുണ്ടായിരുന്ന നാളികേരത്തിന് കിലോക്ക് 30 രൂപയായി ചുരുങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഒരു 60 രൂപയെങ്കിലും വില കിട്ടുന്ന രീതിയിൽ സംഭരണ വില നിശ്ചയിച്ചുകൊണ്ട് സംഭരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇടതുപക്ഷം തകർത്തെറിഞ്ഞ സംഭരണം നാം പുനരാരംഭിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയങ്കരനായ എൻ്റെ മണ്ഡലത്തിലെ ഒരു വളരെ തിരക്ക് പിടിച്ചൊരു സ്ഥലമുണ്ട്, പൊതുമരാമത്ത് മന്ത്രി കേൾക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. പ്രിയങ്കരനായ PWD മന്ത്രി അത് അറിയണം. പട്ടർ നടക്കാവ് ഇപ്പോൾ NH വന്ന് അവിടെ ടോൾ പിരിവ് തുടങ്ങിയതോടുകൂടി വാഹനങ്ങളെല്ലാം തിരുനാവായ വഴിക്കാണ് തിരിച്ചു വിടുന്നത്. അതുവഴി യാത്ര ചെയ്ത ആളുകൾ ആ ദുരിതം അനുഭവിച്ചിട്ടുണ്ടാകും. അവിടെ ക്ഷേത്രത്തിലേക്ക് വരുന്ന ആളുകളും വളരെയേറെ പ്രാധാന്യമുള്ളൊരു നവാമുകുന്ദ ക്ഷേത്രം അതിൻ്റെ ഓരത്താണുള്ളത്. അതുകൊണ്ട് അവിടെ ഒരു ബൈപ്പാസ് റോഡ് അനുവദിക്കുന്നതിനുള്ള ഫണ്ട് ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിച്ച് തരണം എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ബജറ്റിനെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് ചുരുങ്ങും.